ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ മുട്ട ബജ്ജി ഉണ്ടാക്കാം കേട്ടോ. ഒരു 3 മുട്ട ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് മുട്ട ബജ്ജി. കടകളിലൊക്കെ എന്നാ തിരക്കാ, അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം. അപ്പം നമുക്ക് അതിന് വേണ്ടി മാവ് റെഡിയാക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ പൊട്ടിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ കവറിൽ ഇരിക്കുന്ന കടലമാവ്. ഇതൊരു 150 ml കപ്പാണ്. അതിനൊരു കപ്പ് കടലമാവ് എടുക്കാം കേട്ടോ. ഇവിടെ ഇട്ടിട്ട് ഒരു ടീസ്പൂണ് റവ ചേർക്കുന്ന റെസിപ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. റവ പിന്നെ വേണ്ടത് മൈദയാണ് കേട്ടോ. മൈദ അതുപോലെ തന്നെ ഇതിനൊരു പാത്രം മറിച്ചെടുത്തിട്ടുണ്ട്. അത് കൂട്ടാം. ഇനി വേണ്ടത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. ഒരു ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ കൂട്ടിക്കോ. ഒരു ശകലം ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കായപ്പൊടിയാണ്. കുറച്ച് ആ ടീസ്പൂണിൽ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളകാണ്, എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി, 1/2 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പെടുക്കാം. അപ്പോൾ നമുക്ക് കലക്കി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. നമുക്ക് കലക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. നല്ലോണം കലക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം കലക്കി വന്നിട്ടുണ്ടല്ലോ. കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ട് ഒന്നും കൂടി കലക്കിയെടുക്കാം. കടലമാവും മൈദയും ഉള്ളതുകൊണ്ട് നമുക്ക് വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാവ് ഉപ്പ് നോക്കാം നമുക്ക്. ഉപ്പുണ്ട്. മുളക് പൊടി എരിവുള്ളതുകൊണ്ട് എരിവുണ്ട്. മാവിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബജ്ജി ഉണ്ടാക്കി കൊടുക്കാം. വേണമെങ്കിൽ ഒരു ശകലം കടലമാവ് ചേർക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ചേർക്കുവാണ് അതിനകത്ത്. നല്ലപോലെ കലങ്ങിയിട്ടുണ്ട്. ഇപ്പം ബാറ്റർ ഉണ്ട്. റെഡി ആയിട്ടുണ്ട് ബാറ്റർ. ഇങ്ങനെ ഇരിക്കണം കേട്ടോ. വെള്ളം ആയാലും മുട്ടയിൽ മാവ് പിടിക്കില്ല. നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി എന്താ വേണ്ടത്? ഈ മുട്ട ഒന്ന് നെടുവേ പൊളക്കണം.
മുട്ടയെല്ലാം പൊളന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ഇത് മാറ്റി വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായിക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിയാൽ ഇടുന്ന വീഡിയോ എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഈ മുട്ട ബജി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. നല്ല തിരക്കാണ്. ചില കടകളിലൊക്കെ ചെന്നാൽ ഈ മുട്ട ബജി കഴിക്കാനായിട്ട് പിള്ളേരൊക്കെ ഭയങ്കര, സ്കൂൾ കുട്ടികൾ ഭയങ്കര കഴിപ്പാണ് ഈ മുട്ട ബജി. എല്ലാവരും കഴിക്കുന്ന കാണാം. അപ്പം ഞാൻ ഇന്ന് മുട്ട ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിത് പെറുക്കിയിടാം കേട്ടോ. ഒന്ന് മൊരിഞ്ഞോട്ടെ. മൊരിഞ്ഞിട്ട് നമുക്ക് മാറ്റിയിടാം. അപ്പോഴേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ. എല്ലാം മറിച്ചിട്ടുണ്ട്. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഈ റവ ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് കേട്ടോ. അതാണ് റവ ചേർത്തത്. അതിരിക്കട്ടെ. നമുക്ക് അടുത്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി വെയിറ്റ് ചെയ്യാം കേട്ടോ. അതൊന്ന് മൊരിയട്ടെ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്കിതും കൂടി കോരിയിട്ട് സ്റ്റവ് ഓഫാക്കാം കേട്ടോ. ചട്ടി ഒന്ന് മാറ്റി വെച്ചേക്കട്ടെ. അപ്പം നമ്മുടെ മുട്ട ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല റെസിപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതൊക്കെ നല്ല ടേസ്റ്റുമാണായിരിക്കും. എന്താ നല്ല മരുമരാന്നിരിപ്പുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുട്ട ബജ്ജി നല്ല ടേസ്റ്റിയുള്ള സാധനമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും കഴിച്ച് അടുത്ത വീഡിയോ വരേക്കും ബൈ.